السلام عليكم ورحمة الله تعالى وبركاته. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി ആദ്യത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ 2 സൂക്തങ്ങളും 6 സർവനാമങ്ങളും നമ്മുടെ തലച്ചോറിൻ്റെ അപാരമായ ശേഷിയും. സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഖുർആനിലെ 10,779 പദങ്ങൾ മനസ്സിലാകും. ആദ്യമായി ഈ സൂക്തങ്ങളുടെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നമുക്കതിൻ്റെ പദാനുപദാർത്ഥം നോക്കാം. അഊദു ഞാൻ അഭയം തേടുന്നു. അഊദു ഞാൻ അഭയം തേടുന്നു. ബില്ലാഹ് അള്ളാഹുവിനോട്. ബി കൊണ്ട് ലാ അള്ളാഹു. ബില്ലാഹ് അള്ളാഹുവിനെ കൊണ്ട് അഥവാ അള്ളാഹുവിനോട്. മിനശ് ശൈത്വാൻ പിശാചിൽ നിന്ന്. മിൻ നിന്ന്. മിന എന്നും വരാം. മിൻ എന്ന് എഴുതുമ്പോൾ ചില സന്ദർഭത്തിൽ നൂനിന് സുക്കൂൻ ഉണ്ടാവുകയും ഇല്ല. മിന, മിൻ അല്ലെങ്കിൽ മിൻ എന്നൊക്കെ എഴുതിയാൽ മിൻ തന്നെയാണ് അർത്ഥം. 3000-ലധികം പ്രാവശ്യം ഖുർആനിൽ മിൻ ഉപയോഗിച്ചിട്ടുണ്ട്. മിനശ് ശൈത്വാൻ പിശാചിൽ നിന്ന്. മിൻ നിന്ന്. ഷൈത്വാൻ പിശാച്. ഷയാത്തീൻ പിശാചുക്കൽ. ഷൈത്വാൻ പിശാച് ഏകവചനം, ഷയാത്തീൻ അതിൻ്റെ ബഹുവചനമാണ്. പിശാചുക്കൽ. മിനശ് ശൈത്വാൻ പിശാചിൽ നിന്ന്. അർ റജീം ശപിക്കപ്പെട്ട. റജീം ശപിക്കപ്പെട്ട. ബിസ്മി നാമത്തിൽ. ബി കൊണ്ട് ഇസ്ം നാമം. ബി കൊണ്ട് ഇസ്ം നാമം. ഇസ്മിൻ്റെ ബഹുവചനമാണ് അസ്മാ നാമങ്ങൾ. അസ്മാ നാമങ്ങൾ. ഇസ്മ നാമം, അസ്മാ നാമങ്ങൾ. നാം സാധാരണ പറയാറുണ്ടല്ലോ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ. അസ്മാ നാമങ്ങൾ. ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ നാമത്തിൽ. അർ റഹ്മാൻ പരമകാരുണികൻ. നാം സാധാരണ പറയാറുണ്ട് അത്ഷാൻ ദാഹമുള്ളവൻ, ഖദ്ബാൻ കോപമുള്ളവൻ, ജുആൻ വിശപ്പുള്ളവൻ. അതുപോലെ തന്നെ റഹ്മാൻ അധികം കാരുണ്യം ഉള്ളവൻ. അത്ഷാൻ അധികം ദാഹമുള്ളവൻ, ഖദ്ബാൻ അധികം കോപമുള്ളവൻ, ജുആൻ അധികം വിശപ്പുള്ളവൻ, അർ റഹ്മാൻ അധികം കാരുണ്യമുള്ളവൻ. ഖുർആൻ 57ഓളം പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. അത്യധികം കാരുണ്യം ഉള്ളവൻ. അർ റഹീം കരുണാനിധി. അർ റഹീം കരുണാനിധി. കാരുണ്യം നിരന്തരം ഉള്ളവൻ. നമുക്കറിയാം ജമീൽ, സൗന്ദര്യവാന് നാം പറയും ജമീൽ. മാന്യന് നാം പറയാറുള്ളത് കരീം. അപ്പോൾ ആ സ്വഭാവം നിരന്തരം അവർക്ക് ഉണ്ട് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ജമീൽ സൗന്ദര്യവാൻ, കരീം മാന്യൻ. അർ റഹീം കാരുണ്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. ഖുർആനിൽ 182 പ്രാവശ്യം
അർ റഹീം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അർ റഹ്മാൻ അർ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാൻ കാരുണ്യത്തിൻ്റെ ആധിക്യമുള്ളവനും റഹീം കാരുണ്യത്തിൻ്റെ നൈരന്തര്യം ഉള്ളവനും. അൽഹംദ് സ്തുതി, ഹംദ് സ്തുതി. അൽ സാധാരണ ഇംഗ്ലീഷിൽ ദി ഉപയോഗിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രയോഗമാണ്. ഹംദ് സ്തുതി. അൽഹംദു എല്ലാ സ്തുതിയും, സ്തുതിയുടെ ഗണത്തിലുള്ളതെല്ലാം, എല്ലാ തരത്തിലുള്ള വാഴ്ത്തലും. ലില്ലാഹ് അള്ളാഹുവിനാകുന്നു. ലി ഇക്ക് ഇന് വേണ്ടി. ലില്ലാഹ് അള്ളാഹുവിന്. ലി അധികം അള്ളാഹ് ലില്ലാഹ്. ലി അധികം അള്ളാഹ് ലില്ലാഹ്. ലി ഇക്ക് ഇന് വേണ്ടി ലില്ലാഹ് അള്ളാഹുവിനാകുന്നു. റബ്ബ് രക്ഷിതാവ്, നിയന്താവ്, പരിപാലകൻ. റബ്ബ് രക്ഷിതാവ്, നിയന്താവ്, പരിപാലകൻ. ആലമീൻ ആലം ലോകം, ആലമീൻ ലോകങ്ങൾ. നാം സാധാരണ മുസ്ലിമീൻ എന്ന് പറയാറുണ്ടല്ലോ. മുസ്ലിംകൾ എന്ന അർത്ഥത്തിൽ മുസ്ലിമീൻ എന്ന് പറയാറുണ്ട്. മുസ്ലിം ഒരു മുസ്ലിം, മുസ്ലിമീൻ മുസ്ലിംകൾ. അതേപോലെ ആലം ഒരു ലോകം, ആലമീൻ ലോകങ്ങൾ. അപ്പോൾ റബ്ബുൽ ആലമീൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ്. ലോകങ്ങൾ എന്ന് പറയുമ്പോൾ സർവ്വലോകങ്ങളും ആ സർവ്വലോകങ്ങളിലും അധിവസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ആ ലോകങ്ങളിലുള്ള ചേതനവും അചേതനവുമായ എല്ലാ വസ്തുക്കളും അതിൽ അടങ്ങുന്നു. അതാണ് ആലമീൻ ലോകങ്ങൾ. ഖുർആനിലെ ആദ്യ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. എല്ലാ ദിവസവും എല്ലാ നമസ്കാരത്തിലും ഈ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നാം പറഞ്ഞു. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാം അള്ളാഹുവിനോട് അഭയം തേടുകയാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് നാം അഭയം തേടുന്നു. യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് സേഫ്റ്റി ബെൽറ്റ് നാം ധരിക്കുന്നു. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നാം അള്ളാഹുവിൽ അഭയം തേടുകയാണ്. ഖുർആൻ പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് നാം ആവർത്തിക്കുക. പിശാചിൽ നിന്ന് നാം അള്ളാഹുവിൽ അഭയം തേടുകയാണ്. ഖുർആൻ മനസ്സിലാക്കി വായിക്കുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ശക്തികളും ഈ പിശാചിൻ്റെ ഗണത്തിൽ നാം കരുതിയിരിക്കണം. അതുകൊണ്ട് ആരെങ്കിലും നമ്മെ ഖുർആൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്നതിൽ നിന്ന് തടയുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ പിശാചിൻ്റെ ഗണത്തിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി നാം ആ പ്രധാന പദാർത്ഥം നമുക്ക് പറയാം. നിങ്ങളത് ആവർത്തിച്ച് പറയണം. അഊദു ഞാൻ അഭയം തേടുന്നു. ബില്ലാഹ് അള്ളാഹുവിനോട്. മിനശ് ശൈത്വാൻ പിശാചിൽ നിന്ന്. അർ റജീം ശപിക്കപ്പെട്ട. ബിസ്മി നാമത്തിൽ. ലാഹ് അള്ളാഹുവിൻ്റെ. അർ റഹ്മാൻ പരമകാരുണികൻ. അർ റഹീം കരുണാനിധി. ഇനി നമുക്ക് നമ്മുടെ ഭാഷാ പഠനത്തിലേക്ക് കടക്കാം. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് TPI, ടോട്ടൽ ഫിസിക്കൽ ഇൻ്ററാക്ഷൻ, സമ്പൂർണ്ണ ഭൗതിക പങ്കാളിത്തം. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അത് ലഭ്യമാണ്. അതിന് നാം നമ്മുടേതായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ടോട്ടൽ ഫിസിക്കൽ ഇൻ്ററാക്ഷൻ. നാം പൂർണ്ണമായും ഇതിനെ അനുകരിക്കുക, ഫോളോ ചെയ്യുക. എന്താണോ നാം പഠിപ്പിക്കുന്നത് അതേ രീതിയിൽ നാം അനുകരിക്കുക. നമ്മെ
പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. കംപ്ലീറ്റ് ടോട്ടൽ ഡെഡിക്കേഷൻ. ഖുർആൻ പഠിക്കാൻ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഖുർആൻ പഠിക്കാനായി നാം ഇരിക്കുമ്പോൾ നമ്മെ പൂർണ്ണമായും അതിൽ വിലയിപ്പിക്കുക. മനസ്സ്, കണ്ണ്, ചെവി, അവയവങ്ങൾ, ഹൃദയം മുഴുവൻ അതിൽ ലയിപ്പിക്കുക. കാണുക, കേൾക്കുക, പറയുക, കാണിക്കുക, ചിന്തിക്കുക. ഇതൊരു സമ്പൂർണ്ണ സിസ്റ്റമാണ്. ഇപ്പോൾ തന്നെ ആരംഭിച്ചോളൂ, പിന്നീടാകട്ടെ എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. ഖുർആനിലെ 18,500 പദങ്ങൾ ഇപ്രകാരം നമുക്ക് പഠിക്കാൻ കഴിയും. പിന്നീടാകട്ടെ എന്ന് പറയുന്നത് പൈശാചികമാണ്. ഒരിക്കലും പിശാചിനെ അതിന് അനുവദിക്കാതിരിക്കുക. നിങ്ങൾക്കിവിടെ കാണുന്നത് ഖുർആനിലെ 18,500 പദങ്ങളാണ്. ഈ 18,500 പദങ്ങളും ഈ ടോട്ടൽ ഫിസിക്കൽ ഇൻറ്ററാക്ഷൻ എന്ന മെത്തേഡിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഇതാ നോക്കൂ, നിങ്ങൾ ഈ കാണുന്ന പദങ്ങൾ, ഖുർആനിലെ 35,000 പദങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഖുർആനിലെ 35,000 പദങ്ങൾ. ഇതാണ് 10 ഗോൾഡൻ സെറ്റ്സ് എന്നറിയപ്പെടുന്ന അറബി ഭാഷയിലെ 10 സുവർണ സെറ്റുകൾ, ഗോൾഡൻ സെറ്റ്സ്. ഇതിലെ 18,500 പദങ്ങളും അഥവാ ഖുർആനിലെ 20% നമുക്ക് ടോട്ടൽ ഫിസിക്കൽ ഇൻറ്ററാക്ഷനിലൂടെ പഠിക്കാവുന്നതാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഖുർആനിലെ 35,000 പദങ്ങളാണ്. അഥവാ ഖുർആനിലെ 45% പദങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇത്രയും പദങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഖുർആനിലെ 45% പദങ്ങളാകും. 35,000 പദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത്. ഇതിലെ ഏറ്റവും അവസാനം കാണുന്ന ഫഅല, ജഅല, ഖലഖ, കഫറ, ലലമ, അലിമ, അമില, ഖാല, കാന, ഷാഅ, ജാഅ എന്നീ ക്രിയകളുടെ രൂപഭേദങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. മറ്റുള്ളവ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഖുർആനിലെ 45% പഠിക്കാൻ കഴിയും. അതിലെ 18,500 അഥവാ 20%, ഖുർആനിലെ ആകെ പദങ്ങളുടെ 20% നമുക്ക് ടോട്ടൽ ഫിസിക്കൽ ഇൻറ്ററാക്ഷനിലൂടെ പഠിക്കാവുന്നതാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക, 6 സർവനാമങ്ങളാണ് നാം പഠിക്കുന്നത്. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇത് നമുക്ക് ആവർത്തിച്ച് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് നാം നമ്മുടെ അടിസ്ഥാനമായി, ഫൗണ്ടേഷനായി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഫൗണ്ടേഷൻ എത്രത്തോളം ബലപ്പിക്കുന്നുവോ അതനുസരിച്ചാണ് അതിൻ്റെ മുകളിൽ നാം ഭാഷാ പഠനം പടുത്തുയർത്തുന്നത്. ഇതോടൊപ്പം മറ്റ് നാമങ്ങൾ ചേർന്ന് വരുന്ന രീതി, ഇതോടൊപ്പം മറ്റ് ക്രിയകൾ ചേർന്ന് വരുന്ന രീതി, ഈ സർവനാമങ്ങൾ ക്രിയകളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സംവിധാനം, ഇതൊക്കെ കൂടി പഠിക്കുന്നതോടുകൂടി നമ്മുടെ പഠനം പൂർത്തിയാവുകയാണ്. നമുക്ക് ആരംഭിക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ അറബിയും മലയാളവും പറയാം, നിങ്ങളത് ആവർത്തിച്ച് പറയണം. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾ പറയുന്നതോടൊപ്പം ഇതേപോലെ കൈ കൊണ്ട് ആംഗ്യം കാണിക്കേണ്ടതാണ്. ഹുവ എന്ന് പറയുമ്പോൾ ഒരു വിരൽ വലത്തോട്ട് ചൂണ്ടുക. ഹും എന്ന് പറയുമ്പോൾ 4 വിരലുകൾ വലത്തോട്ട് ചൂണ്ടുക. അൻത എന്ന് പറയുമ്പോൾ ഒരു വിരൽ നേരെ ചൂണ്ടുക. അൻതും എന്ന് പറയുമ്പോൾ 4 വിരലുകൾ നേരെ ചൂണ്ടുക. അന എന്ന് പറയുമ്പോൾ ഒരു വിരൽ നെഞ്ചിന് നേരെ ചൂണ്ടുക. നഹ്നു എന്ന് പറയുമ്പോൾ 4 വിരലുകൾ നെഞ്ചിന് നേരെ ചൂണ്ടുക. ഒരിക്കൽ കൂടി പറയാം. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. ഇനി ഞാൻ
അറബി പറയാം, നിങ്ങൾ അതിൻ്റെ മലയാളം പറയണം. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഇനി ഞാൻ അറബി പറയും, നിങ്ങളും അറബി തന്നെ പറയണം. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഒരിക്കൽ കൂടി ഞാൻ അറബി തന്നെ പറയും, നിങ്ങളും അറബി പറയണം. കൈ ഇപ്രകാരം ചൂണ്ടാൻ ഒരിക്കലും മടി കാണിക്കരുത്. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഒരിക്കൽ കൂടി. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഇനി ഞാൻ കൈ ചൂണ്ടുമ്പോൾ നിങ്ങൾ അറബി മാത്രം പറയണം. മാഷാ അല്ലാ, നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഖുർആനിലെ 1295 പദങ്ങളാണ്. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു ഖുർആനിൽ 1295 പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നു. നമുക്ക് 14 രൂപവും പഠിക്കേണ്ടതില്ല. അറബി ഭാഷയിൽ 14 സർവ്വനാമങ്ങളുണ്ട്. ഈ 14 രൂപവും നമുക്ക് പഠിക്കേണ്ടതില്ല. നമുക്ക് വെറും 6 രൂപങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതാണ് നമ്മുടെ പഠനത്തിൻ്റെ പ്രത്യേകതയും. സാധാരണ അറബി ഭാഷ പഠിക്കുന്നവർ അറബി ഭാഷയിലെ ഒരു ക്രിയയുടെ 95 രൂപങ്ങൾ പഠിക്കുമ്പോൾ നാം 21 രൂപങ്ങളായി അതിനെ ചുരുക്കുകയാണ്. ഈ 21 രൂപങ്ങൾ ഒരു സാധാരണക്കാരന് ഓർമ്മിച്ച് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം 95 രൂപങ്ങൾ ഒരാൾക്ക് ഓർമ്മിച്ച് വയ്ക്കുക പ്രയാസകരവുമാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനമായി നാം സ്വീകരിക്കുന്ന ഈ 6 രൂപങ്ങൾ മാത്രം നാം പഠിക്കുക. അടുത്ത സ്റ്റെപ്പിൽ നാം 1 രൂപം കൂടി പഠിക്കും. അതോടുകൂടി 7 സർവ്വനാമങ്ങളായി അതിനെ നാം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ദ്വിവചനങ്ങൾ നാം തൽക്കാലം മാറ്റി നിർത്തുകയാണ്. അത് വളരെ അപൂർവമായി മാത്രമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതെപ്പോഴാണോ വരുന്നത് ആ സന്ദർഭത്തിൽ മാത്രം നാം പഠിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീലിംഗ ബഹുവചനങ്ങളും സ്ത്രീലിംഗ പദപ്രയോഗങ്ങളും നാം തൽക്കാലം മാറ്റിവെക്കുകയാണ്. സ്ത്രീലിംഗ ക്രിയാരൂപങ്ങളുടെ 2 രൂപങ്ങൾ നാം 21 രൂപങ്ങളോടൊപ്പം ചേർത്തിട്ടുണ്ട്. അത് നാം അവസാന ഘട്ടത്തിൽ പഠിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ പ്രായത്തിൽ എനിക്കിത് പഠിക്കാൻ കഴിയുമോ? ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, ഒരു കർഷകനല്ലേ, പാടത്ത് പണിയെടുക്കുന്നവനല്ലേ, ഓഫീസിൽ പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്നവനല്ലേ, അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുത്ത് ക്ഷീണിച്ച് അവശയായിരിക്കുന്നവളല്ലേ, എനിക്കതിങ്ങനെ പഠിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ശ്രദ്ധിക്കുക, അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും ഉത്തമമായ ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്കുക, മനുഷ്യൻ്റെ തലച്ചോറിന് 86 ബില്യൺ സെല്ലുകളുണ്ട്. 86 ബില്യൺ സെല്ലുകൾ. 8600 കോടി സെല്ലുകൾ ഒരു മനുഷ്യൻ്റെ തലച്ചോറിലുണ്ട്. 100 ബില്യൺ സെല്ലുകളുണ്ട് എന്നും അഭിപ്രായമുണ്ട്. 100 ബില്യൺ സെല്ലുകളുണ്ട് എന്നും അഭിപ്രായമുണ്ട്. 10,000 കോടി സെല്ലുകളുണ്ട് എന്നാണ് അഭിപ്രായം. ഈ സെല്ലുകളിലെ നിങ്ങൾ ഈ കാണുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന സെല്ലുകൾ അല്ലെങ്കിൽ കോളങ്ങൾ, സെല്ലുകൾ എന്ന് നാം പറയുമ്പോൾ അറകൾ ആണ്. സാധാരണ നാം കോശം എന്ന് പറയുന്ന രീതിയിലുള്ള സെല്ലുകളല്ല, മറിച്ച് അറകൾ. 100 ബില്യൺ 100 ബില്യൺ സെല്ലുകളുണ്ട്, 100 ബില്യൺ അറകളുണ്ട് മനുഷ്യൻ്റെ തലച്ചോറിന്. ഈ ഓരോ അറകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന 20,000 കണക്ഷനുകളുണ്ട്. ഒരു സെല്ലിൽ നിന്നും തൊട്ടടുത്ത സെല്ലിലേക്ക് ഇൻഫർമേഷൻ കടത്തിവിടുന്നതിന്, വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് 20,000 തന്തുക്കളുണ്ട്. ഡെൻഡ്രൈറ്റ്സുകൾ എന്ന് ശാസ്ത്രത്തിൽ അതിന് പറയുന്നു. 20,000 ഡെൻഡ്രൈറ്റ്സുകൾ ഒരു സെല്ലിൽ നിന്നും തൊട്ടടുത്ത സെല്ലിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് 20,000 തന്തുക്കൾ തലച്ചോറിനുണ്ട്. അങ്ങനെ
മനുഷ്യൻ്റെ തലച്ചോറിൽ 100 ലക്ഷം കോടി കണക്ഷനുകൾ ഉണ്ട് എന്നാണ്. ഇൻഫർമേഷൻ പാസ് ചെയ്ത് വിടുന്നതിന്, വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ 500 സെക്കൻഡിൽ 500 പ്രാവശ്യം ഇൻഫർമേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് 500 പ്രാവശ്യം ഇൻഫർമേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു വൈദ്യുത തരംഗങ്ങളുടെ രീതിയിൽ. തലച്ചോറിൽ വൈദ്യുത തരംഗങ്ങളുടെ രീതിയിലാണ് ഇൻഫർമേഷൻ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡിൽ 500 പ്രാവശ്യം വൈദ്യുത തരംഗങ്ങൾ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ശേഷിയുള്ള മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ 5% മാത്രമേ വലിയ വലിയ ബുദ്ധിജീവികൾ പോലും ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഗവേഷകന്മാരുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഈ തലച്ചോറിൻ്റെ 5% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിലെ 95% കാലിയാണ് എന്നാണ്. അത് ഒട്ടുമിക്കവാറും തലച്ചോറ് കാലിയാണ് എന്നാണ്. അപ്പോൾ നാം പറയുന്നത് അതിൻ്റെ അല്പം ശേഷി നിങ്ങൾ ഖുർആൻ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരുപക്ഷെ 60 വയസ്സിനും അതിനു മീതെയും പ്രായമുള്ളവർ എൻ്റെ ഈ പ്രായത്തിൽ ഞാനെങ്ങനെ പഠിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. 60 വയസ്സിന് മീതെ ഒരു ആളുടെ തലച്ചോറിൻ്റെ ശേഷിയുടെ 3% മാത്രമേ നശിക്കുന്നുള്ളൂ. ഭൗതികമായ ശേഷിയുടെ 3% മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ്. ആ പ്രായത്തിൽ അവർക്ക് ഓർമ്മശക്തി നിലനിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രെയിനിന് നാം വ്യായാമം കൊടുക്കുന്നില്ല എന്നാണ്. നാം സാധാരണ ശരീരത്തിനാവശ്യമായ ബാഹ്യമായ ഭൗതികമായ ശരീരത്തിനാവശ്യമായ വ്യായാമം നൽകുന്നു. രാവിലെ നാം നടക്കുന്നു, ഓടുന്നു, അതുപോലെ തന്നെ മസാജ് ചെയ്യുന്നു, മുഖം മിനുക്കുന്നു, മുടി ചീകുന്നു, തലയിൽ എണ്ണ തേക്കുന്നു, അങ്ങനെ ബാഹ്യമായ എല്ലാ പുറം മോടികളും നാം മിനുക്കുന്നു. അതേസമയം ബുദ്ധിക്ക് നാം വ്യായാമം നൽകുന്നില്ല. അതുകൊണ്ട് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ബുദ്ധിക്ക് കൂടുതൽ ഉപയോഗം നൽകുക. ബുദ്ധി നാം തലച്ചോറിന് നാം കൂടുതൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നാം ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നാം നോക്കുക, നാം പഠിച്ച പദങ്ങളുടെ പട്ടിക നമുക്കിവിടെ കാണാം. അഊദു 17 പ്രാവശ്യം, അള്ളാഹ് 2700-ലധികം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, മിൻ 3000-ലധികം പ്രാവശ്യം, ഷെയ്ത്താൻ 88 പ്രാവശ്യം, റജീം 14 പ്രാവശ്യം. അതുപോലെ തന്നെ നാം പഠിച്ച ഇസ്മ അസ്മാ 39 പ്രാവശ്യവും, റഹ്മാൻ 57 പ്രാവശ്യം, അർ റഹീം നേരത്തെ നാം പറഞ്ഞതുപോലെ 182 പ്രാവശ്യം, ഹംദ് 43 പ്രാവശ്യം, റബ്ബ് 970 പ്രാവശ്യം, ആലമീൻ 73 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ഹുവ 481, ഹും 444, അൻത 81, അൻതും 135, അന 68, നഹ്നു 86. ഇപ്പോൾ നാം പഠിച്ച പദങ്ങളുടെ ഗ്രാഫ് നമുക്കൊന്ന് കാണാം. ഇവിടെ നാം ആകെ പഠിച്ചിട്ടുള്ളത് 8500 പദങ്ങളാണ്. ഇന്നത്തെ സെഷനിൽ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നാം പഠിച്ചത് ഖുർആനിലെ 8500 പദങ്ങളാണ് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. നാം ലക്ഷ്യം വയ്ക്കുന്നത് 62,000 പദങ്ങളാണ്. ഖുർആനിലാകെ 77,500 പദങ്ങളാണുള്ളത്. ഇപ്പോൾ ഖുർആനിലെ 11% പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഒരു പേജിലെ 14 പദങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയും. ഇതൊരിക്കലും നിങ്ങൾ നിർത്തരുത്. ഖുർആൻ പഠനം വളരെ എളുപ്പമാണ്. നാം അടുത്ത സെഷനായി കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.